പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരവിന്ദൻ കൊണ്ടുവന്ന ആളുകൾ ശരിയല്ല, അവരൊരു തെമ്മാടികളാണെന്ന് പ്രിയനോട് പറഞ്ഞതോടെ അവരെ അവിടെ നിർത്തുന്നില്ല എന്നുള്ള കാര്യം പ്രിയൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ മോഹനനെ പറഞ്ഞു വിട്ട് അവരെ 3 പേരെയും പ്രിയന്റെ അടുത്തേക്ക് അരവിന്ദൻ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വരുത്തിക്കുകയാണ്. എന്നിട്ട് അവർ ചോദിക്കുകയാണ്, എന്തിനാണ് ഞങ്ങളെ വിളിച്ചത്? അരവിന്ദൻ സാറ് ഞങ്ങളെ വിളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ വിളിച്ചിരുന്നു. എന്നിട്ട് അരവിന്ദൻ സാർ എവിടെ എന്ന് അവർ ചോദിക്കുമ്പോഴത്തേക്കും പ്രിയൻ അരവിന്ദനെ അവിടേക്ക് വിളിച്ചു വരുത്തി ണ്ടാവും. അങ്ങനെ അരവിന്ദൻ, എന്താ പ്രിയ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവരെന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ പ്രിയനും മോഹനനും ഒന്നും പറയാതെ മറച്ചു വെച്ചുകൊണ്ട് പറയാണ്, ഇവർ ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇവരെ വെറുതെ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. അരവിന്ദൻ സാർ ഗോഡൌണിലേക്ക് കൊണ്ടുപോയിക്കോളൂ. പാക്കിങ്ങിനുള്ള സാധനങ്ങളൊന്നും റെഡി ആയിട്ടില്ല. അത് റെഡി ആയാൽ ഉടനെ തന്നെ ഗോഡൌണിലേക്ക് ഞാൻ തന്നെ എത്രയും പെട്ടെന്ന് എത്തിക്കാം. അതുവരെ ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. അരവിന്ദൻ സാർ ഇവരെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് പതിയെ അവരെ അവിടെ നിന്നും അങ്ങ് അരവിന്ദന്റെ കൂടെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. അപ്പോൾ തൽക്കാലം ഇപ്പോൾ അരവിന്ദൻ സാറ് കൊണ്ടുവന്നവർ തെമ്മാടികളാണെന്നുള്ള കുടിയന്മാരാണെന്നുള്ളതൊന്നും അറിയിക്കേണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് മോഹനനും പ്രിയനും ഒന്നും പറയാതിരിക്കുന്നത്. അങ്ങനെ അരവിന്ദനെ അറിയിക്കാതെ അവിടെ തന്നെ വെച്ച് എല്ലാ പാക്കിങ്ങും നടത്താമെന്നാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെല്ലാവരും കൈലാഷ് സാർ എത്തുന്നതിൻ്റെ മുന്നേ എല്ലാ കാര്യങ്ങളും ചെയ്യണം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ പാക്കിംഗ് കൂടി ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ട് അവരെല്ലാവരും ധൃതി പിടിച്ച് അതൊക്കെ ചെയ്യുകയാണ് കേട്ടോ. ഈ സമയത്താണ് അവിടേക്ക് നന്ദൻ ഒളിഞ്ഞും കൊണ്ട് വരുന്നത്. അപ്പോൾ നന്ദൻ അത് ശ്രദ്ധിക്കുകയാണ്. ഇതിപ്പോൾ എന്താ, ഗോഡൌണിലേക്ക് പാക്കിങ്ങിൻ്റെ സാധനങ്ങൾ കൊടുത്തുവിടാമെന്ന് പറഞ്ഞ് അവർ ഇവിടെ തന്നെ വെച്ച് പാക്കിങ്ങും സീലിങ്ങും എല്ലാം ചെയ്യുന്നുണ്ടല്ലോ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അരവിന്ദനെ ചെന്ന് കാണുക കേട്ടോ. എന്നിട്ട് അരവിന്ദനോട് പറയണം, അല്ല എന്തു പറ്റി അരവിന്ദൻ സാർ, ഗോഡൌണിൽ സൗകര്യമില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്താ നന്ദൻ നീ പറഞ്ഞു വരുന്നത്? അല്ല അവിടെ തന്നെ വെച്ച് പ്രിയനും കൂട്ടരും എല്ലാ കാര്യങ്ങളും പാക്കിങ്ങും സ്റ്റിച്ചിങ്ങും അതിൽ ചെയ്ത് ഒട്ടിക്കലും എല്ലാം അവർ ചെയ്യുന്നുണ്ടല്ലോ എന്നങ്ങ് പറഞ്ഞതോടുകൂടി അരവിന്ദൻ അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. എന്താ നന്ദൻ നീ പറയുന്നത്? അതെ, അവിടെ ചെയ്യുന്നുണ്ട്, എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാണ് ചെയ്യുന്നത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഇല്ല, ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല. ഞാൻ അവരോട് ഗോഡൌണിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞതാണല്ലോ, പിന്നെ എന്തിനാണ് അവർ അവിടെ വെച്ച് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ അരവിന്ദൻ പ്രിയൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് പ്രിയനോട് ചോദിക്കുകയാണ്, എന്താ പ്രിയ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ എന്താ സാർ, എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കണ്ടേ, പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഇത്രയും കഷ്ടപ്പെട്ട് എത്രയും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അരവിന്ദൻ അങ്ങ് ദേഷ്യപ്പെട്ടിട്ട്, നിന്നോട് ആര് പറഞ്ഞു ഇവിടെ വെച്ച് പാക്കിങ് നടത്താൻ? ഞാനല്ലേ നിന്നോട് പറഞ്ഞത് ഗോഡൌണിലേക്ക് കൊടുത്തു വിടണമെന്നുള്ളത്? ഞാൻ അതിന് വേണ്ടിയിട്ടല്ലേ 3-4 പേരെ കൊണ്ടുവന്നത്? എന്നിട്ട് നീ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യത്തിൽ സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ അരവിന്ദൻ ഇതുവരെയും ആരോടും അങ്ങനെ സംസാരിക്കാത്ത അരവിന്ദൻ്റെ ഭാവവ്യത്യാസം കാണുമ്പോൾ എല്ലാ സ്റ്റാഫുകളും അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. പ്രിയനടക്കം എല്ലാവരും അങ്ങനെ ഞെട്ടിപ്പോവാണ്. ഇയാൾ എന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നത്? പറഞ്ഞ സമയത്തിനുള്ളിൽ പാക്കാക്കി കൊടുക്കാനല്ലേ വേണ്ടു, പിന്നെ എന്തിനാണ് ഗോഡൌണിലേക്ക് തന്നെ എത്തിക്കണമെന്ന് പറഞ്ഞ് ഇയാൾ വാശി പിടിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് എല്ലാവരും അരവിന്ദനെ നോക്കുന്നത്. അങ്ങനെ നന്ദൻ ഒളിഞ്ഞു നിന്നുകൊണ്ട് ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാവും എന്ന് നന്ദൻ കണക്ക് കൂട്ടിയിട്ടാണ് അവിടെ നിൽക്കുന്നത്, ഒളിഞ്ഞു നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ അരവിന്ദനോട് പറയണം, അല്ല സാർ, ഇനിയിപ്പോൾ ഇത് ഗോഡൌണിലേക്ക് കയറ്റി വിടാനൊന്നും കഴിയില്ല, കാരണം അത്രയും സമയം വേസ്റ്റ് ആവും. പിന്നെ സാറ് കൊണ്ടുവന്നവർക്ക് അതിനൊന്നും പാക്കിങ്ങിനൊന്നും അറിയുന്ന ആളുകളല്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെ പ്രിയൻ അറിയും? പ്രിയൻ അവരെ കൊണ്ട് പാക്ക് ചെയ്ത് നോക്കിച്ചോ എന്ന് ചോദിക്കുമ്പോൾ മോഹനൻ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് പറയും, പ്രിയ എന്താണ് ഉണ്ടായത് എന്നുള്ളത് നീ എന്താ പറയാത്തത്? നീ എന്തിനാ മറച്ചു വെക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പ്രിയൻ, മോഹന നീ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറയുമ്പോൾ പാർവതിയും ജയന്തിയും സൗസും എല്ലാവരും പറയാണ്, എന്തിനാണ് പ്രിയ മറച്ചു വെക്കുന്നത്? അരവിന്ദൻ സാർ കൊണ്ടുവന്ന ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ച് അരവിന്ദൻ സാറിനോട് തന്നെ പറഞ്ഞു കൊടുക്കുക എന്ന് പറയട്ടോ. അങ്ങനെ എല്ലാവരും നിർബന്ധിക്കുന്നത് കൊണ്ട് അരവിന്ദനോട് പറയാണ് പ്രിയൻ, അവരാരും ശരിയല്ല, അവർ കള്ള് കുടിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒരുങ്ങുന്നത്, പിന്നെ അവർക്ക് പാക്കിംഗ് ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ അരവിന്ദൻ, അത് നീയാണോ തീരുമാനിക്കുന്നത്? എനിക്കറിയാം പാക്കിംഗ് ഒക്കെ എങ്ങനെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുള്ളത്, നീ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഞാനാണ് കഷ്ടപ്പെട്ട് ഈ ഓർഡർ കൊണ്ടുവന്നത്, അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ഇവിടെ ചെയ്തിരിക്കണം. ഞാനാണ് ഇവിടുത്തെ CEO, അല്ലാതെ നീയല്ല, നീ വെറും ഒരു സൂപ്പർവൈസറാണ് എന്ന് പറഞ്ഞ് അരവിന്ദൻ ദേഷ്യത്തിൽ സംസാരിക്കുമ്പോൾ പ്രിയം പറയണം, ഇല്ല സാർ, ഇനിയിപ്പോൾ ഈ സീലൊന്നും പൊട്ടിക്കാൻ കഴിയില്ല. സാറിന് അങ്ങനെ ഞങ്ങൾ ചെയ്ത പാക്കിങ്ങിൽ വല്ല സംശയമുണ്ടെങ്കിൽ സാറിന് ഇവിടെ തന്നെ വെച്ച് പൊട്ടിച്ച് നോക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോഴും അരവിന്ദൻ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് പറയണേ, ഇല്ല, ഞാൻ ഇവിടെ വെച്ച് നോക്കില്ല, ഞാൻ പറയുന്നത് പോലെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്, അല്ലാതെ നീ പറയുന്നത് പോലെയല്ല. അതുകൊണ്ട് എല്ലാ പാക്കിങ്ങും ചെയ്തതും എനിക്ക് ഗോഡൗണിലേക്ക് എത്തിച്ചു തന്നിരിക്കണം എന്ന് പറയുമ്പോൾ പ്രിയനും
പ്രിയനും ഒട്ടും തന്നെ വിട്ടുകൊടുക്കാതെ പറയണേ, ഇല്ല സാർ, ഞങ്ങൾ കഷ്ടപ്പെട്ട്, ഞങ്ങളോട് ആത്മാർത്ഥതയില്ലാതെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇത്രയും ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഇപ്പോൾ ഞങ്ങളോട് വിശ്വാസമില്ലാത്തതുപോലെയാണല്ലോ സാറ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഗോഡൗണിലേക്ക് കയറ്റിവിടാൻ പറ്റില്ല എന്ന് തീർത്ത് പറയുമ്പോൾ അരവിന്ദൻ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് അലറിങ്ങൊണ്ട് പറയണേ, നീ ആരാടാ എന്നെ ചോദ്യം ചെയ്യാന് എന്ന് പറഞ്ഞ് എടാ ബോടാ എന്നൊക്കെ വിളിക്കൽ തുടങ്ങാണ്. എന്നിട്ട് പ്രിയൻ്റെ ഷർട്ടിൻ്റെ കോളറയിൽ കയറി പിടിക്കാൻ കേട്ടോ. അത് കാണുന്ന നന്ദന് ഒരുപാട് സന്തോഷമാവാണ്. ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ വലിയ പ്രശ്നമാണല്ലോ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോൾ അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ അരവിന്ദൻ പ്രിയൻ്റെ കോളറയിൽ, ഷർട്ടിൻ്റെ കോളറയിൽ പിടിച്ചതോടുകൂടി എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ, പാർവതി അടക്കം എല്ലാവരും. അപ്പോൾ മോഹനൻ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. എന്നിട്ട് മോഹനൻ പറയും, എന്താ സാറേ ഈ കാണിക്കുന്നത്, എന്തിനാണ് പ്രിയനെ ഷർട്ടിൽ കയറി പിടിക്കുന്നത്, ഷർട്ട് വിടൂ എന്ന് പറയണ. അപ്പോൾ പ്രിയൻ ദേഷ്യത്തിൽ ഒന്ന് സ്വരം മാറ്റിയിട്ട് പറയണ, സാറിൻ്റെ ഷർട്ടിൽ നിന്നും പിടിവിടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യുമടാ, ഞാൻ പറഞ്ഞതുപോലെയാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടത്, അല്ലാതെ നീ പറഞ്ഞതുപോലെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അരവിന്ദ് അങ്ങ് ദേഷ്യപ്പെടുന്ന സമയത്ത്, ഇയാൾ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ എല്ലാ പണികളും തീർത്തു, എന്നിട്ട് പിന്നെ ഇയാൾ എന്തിനാ ഗോഡൗണിൽ എത്തിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത്, അയാൾക്ക് അങ്ങനെ ഡ്രസ്സ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്ത് ഇവിടെ നിന്ന് തന്നെ അങ്ങ് ചെക്ക് ചെയ്താൽ പോരെ, എന്തിനാണ് അയാൾ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് എല്ലാ സ്റ്റാഫുകൾക്കും മനസ്സിൽ തോന്നുകയാണ്. അങ്ങനെ എല്ലാ സ്റ്റാഫുകളും പറയണ, അരവിന്ദ് സാർ പ്രിയൻ്റെ ഷർട്ടിൽ നിന്നും കൈയെടുക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും ഒരേ സ്വരത്തിൽ അങ്ങ് പറയുമ്പോഴും അരവിന്ദൻ ഷർട്ടിൽ നിന്നും പിടിവിടുന്നില്ല കേട്ടോ. അപ്പോൾ പ്രിയൻ, സാറിനോടല്ലേ പറഞ്ഞത് എൻ്റെ ഷർട്ടിൽ നിന്നും പിടിവിടാന് എന്ന് വീണ്ടും സ്വരം മാറ്റിയ ശേഷം കുറച്ച് ദേഷ്യത്തിൽ കനപ്പിച്ച് തന്നെ പ്രിയൻ പറയാൻ കേട്ടോ. അപ്പോഴും അരവിന്ദൻ കൈയെടുക്കുന്നില്ല. അപ്പോഴത്തേക്കും ഒരു സ്വരം അങ്ങ് വരികയാണ്, അരവിന്ദ പ്രിയൻ്റെ ഷർട്ടിൽ നിന്നും കൈയെടുക്ക് എന്നുള്ള ആ ഒരു സ്വരം കേട്ടതോടുകൂടി എല്ലാ സ്റ്റാഫുകളും അങ്ങ് നോക്കി പോവാണ്. അപ്പോൾ ഒളിഞ്ഞു നിൽക്കുന്ന നന്ദനും അങ്ങ് നോക്കി പോകുമ്പോൾ പെട്ടെന്ന് കൈലാഷിനെ കാണുമ്പോൾ, ഇവനിപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തി, ഇവനല്ലേ കല്യാണത്തിന് പോയത്, രാത്രിയാവും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവൻ എങ്ങനെ ഇത്രയും പെട്ടെന്ന് ഇവിടെ എത്തി എന്നുള്ള ഭാവത്തിലാണ് സ്വയം മനസ്സിൽ പറഞ്ഞുകൊണ്ട് നന്ദൻ കൈലാഷിനെ നോക്കുന്നത്. അപ്പോൾ കൈലാഷിനെ കണ്ടതോടുകൂടി അരവിന്ദനൊക്കെ ഞെട്ടിപ്പോവാട്ടോ. എന്താ കൈലാഷ് ഇപ്പോൾ ഇന്ന് വരില്ല എന്ന് പറഞ്ഞിട്ട് കൈലാഷ് ഇവിടെ എത്തിയല്ലോ എന്നുള്ള ഭാവത്തിൽ, ഞാൻ ഉദ്ദേശിച്ചതുപോലെയൊന്നും അപ്പോൾ ഇനി കാര്യം നടക്കില്ലല്ലോ എന്നൊക്കെ സ്വയം അരവിന്ദ മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ. എന്നിട്ട് വീണ്ടും കൈലാഷ് ഉറക്കെ പറയുകയാണ്, അരവിന്ദ നിന്നോടല്ലേ പറഞ്ഞത് പ്രിയൻ്റെ ഷർട്ടിൽ നിന്നും കൈയെടുക്കാൻ എന്നങ്ങ് പറഞ്ഞതോടുകൂടി അരവിന്ദൻ കൈയെടുക്കുകയാണ്. അപ്പോഴത്തേക്കും സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും സന്തോഷമാവാണ് കൈലാഷിനെ കണ്ടതോടുകൂടി. എന്നിട്ട് കൈലാഷ് ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ പ്രശ്നം, എന്താണ് പ്രിയ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അരവിന്ദൻ പറയണേ, കൈലാഷ് ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഓർഡർ കൊണ്ടുവന്നത്, എന്നിട്ട് പ്രിയനോട് ഞാൻ പറഞ്ഞതാണ് ഗോഡൗണിലേക്ക് എത്തിക്കാൻ, എന്നിട്ട് ഗോഡൗണിൽ എത്തിക്കാതെ പ്രിയൻ ഇവിടെ തന്നെ വെച്ച് സ്റ്റിച്ചിങ്ങും അതുപോലെ പാക്കിങ്ങും സീലിങ്ങും എല്ലാം ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ, എന്താ പ്രിയ കാര്യം, പ്രിയൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാര്യമുണ്ടാവും, അല്ലാതെ പ്രിയൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല, എന്താണ് കാര്യം എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ അരവിന്ദൻ പറയണേ, ഞാൻ അതിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് 3-4 പേരെ കൊണ്ടുവരിക പോലും ചെയ്തു എന്ന് പറയുമ്പോൾ മോഹനൻ പറയണ, പ്രിയ എന്താണ് ഉണ്ടായത് എന്നുള്ളത് കൈലാഷ് സാറിനോട് പറഞ്ഞു കൊടുക്ക് എന്ന് പറയുമ്പോൾ, എന്താണ് പ്രിയ എന്ന് കൈലാഷ് ചോദിക്കുമ്പോൾ പ്രിയൻ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ പാർവതിയും സൗസവും ജയന്തിയും എല്ലാ സ്റ്റാഫുകളും പറയണേ, പ്രിയ എന്താണ് ഉണ്ടായത് എന്നുള്ളത് പറഞ്ഞു കൊടുക്ക്, എന്താണ് അവരെ കൊണ്ട് പാക്ക് ചെയ്യിപ്പിക്കാത്തത് എന്ന് കൂടി പറഞ്ഞു കൊടുക്ക് എന്ന് പറയുമ്പോൾ പ്രിയൻ അവർ കള്ളുകുടിയന്മാരാണ്, തെമ്മാടികളാണ് എന്നുള്ള കാര്യം കൈലാഷിനോട് മറച്ചു വെക്കാൻ കേട്ടോ. എന്നിട്ട് കൈലാഷിനോട് പ്രിയൻ പറയണം, അവർക്ക് പാക്കിംഗ് അറിയില്ല സാർ എന്ന് പറയുമ്പോൾ, അതെങ്ങനെ പ്രിയന് മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ, ഒരു തവണ എനിക്ക് കണ്ടാൽ മനസ്സിലാവും, കാരണം ഞാൻ 8 വർഷത്തോളമായി ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നു, അവരുടെ പാക്കിങ്ങിൽ അവർ ചെയ്യുന്ന രീതി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഓവർ ടൈം ചെയ്തിട്ടാണ് ഇപ്പോൾ ഇന്ന് ഈ ഒരു ടാർഗറ്റ് പൂർത്തിയാക്കിയിട്ടുള്ളത്, അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇത് പൂർത്തിയാക്കിയത്, എന്നിട്ട് ഒന്നും അറിയാത്ത ഒരാളെ കൊണ്ടുവന്ന് ഇതങ്ങ് നശിപ്പിക്കാൻ ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് പ്രിയൻ പറയുമ്പോൾ കൈലാഷിന് കാര്യം മനസ്സിലാവാണ്. പ്രിയൻ എന്തോ കണ്ടിട്ടുണ്ട്, എന്തോ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട്, പ്രിയൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടാവും എന്ന് കൈലാഷിന് മനസ്സിലാവാണ്ട്. അപ്പോഴത്തേക്കും അവിടേക്ക് മുക്തയും കരുണാകരനും വരികയാണ്. അപ്പോൾ മുക്ത അരവിന്ദനൊപ്പം ചേർന്നിട്ടാണ് സംസാരിക്കുന്നത്. അരവിന്ദൻ പറഞ്ഞതിൽ എന്ത് തെറ്റാനുള്ളത്, ഗോഡൗണിലേക്ക് ഈ എല്ലാ പാക്കിങ്ങും നടത്താൻ വേണ്ടി ഗോഡൗണിലേക്കല്ലേ സാധാരണ എല്ലാതും എത്തിക്കാറുള്ളത്, പിന്നെ എന്തിനാണ് ഇവിടെ വെച്ച് തന്നെ പ്രിയൻ അത് ചെയ്തത്, പ്രിയൻ ചെയ്തത് ശരിയല്ല എന്ന് പറയും. മോഹനൻ പറയാണ്, അത് മാത്രമല്ല സാർ എന്ന് പറയുമ്പോൾ, അത് മാത്രമല്ലേ പിന്നെ എന്താണ് പ്രിയ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും പ്രിയൻ അക്കാര്യം മറച്ചു വെക്കുകയാണ്. അപ്പോൾ മോഹനൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്തിനാണ് പ്രിയൻ അവർ കള്ളുകുടിയന്മാരും തെമ്മാടികളാണ് എന്ന്
എന്നുള്ള കാര്യം മറച്ചു വെക്കുന്നത്? അരവിന്ദൻ സാറ് കൊണ്ടുവന്നവർ വൃത്തികെട്ടവരാണ് എന്നുള്ളത് എന്തിനാണ് പ്രിയ മറച്ചു വെക്കുന്നത് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ. അപ്പോൾ കൈലാഷ് പറയണേ, എന്തായാലും പ്രിയൻ ഇപ്പോൾ ഇതെല്ലാം സീല് ചെയ്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നല്ലേ പറഞ്ഞത്, ഇനിയിപ്പോൾ ഇത് ഗോഡൗണിലേക്ക് എത്തിക്കേണ്ട ഒരു ആവശ്യവുമില്ല അരവിന്ദ് എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല, ഞാനല്ലേ കഷ്ടപ്പെട്ട് ഇത്രയും ഓർഡർ കൊണ്ടുവന്നത്, എന്നിട്ട് ഇവൻ്റെ തീരുമാനത്തിന് അങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയില്ലല്ലോ. എന്താണ് ഇപ്പോൾ അരവിന്ദൻ്റെ പ്രശ്നം? ഇപ്പോൾ ഇതിലുള്ള പാക്കിങ്ങും കാര്യങ്ങളും നല്ലതുപോലെ ആണോ എന്നല്ലേ അരവിന്ദന് അറിയേണ്ടതുള്ളൂ. എങ്കിൽ അത് ഇവിടുത്തെ സീനിയർ ആയിട്ടുള്ള കരുണാകരൻ സാറ് തന്നെ ചെക്ക് ചെയ്ത് പറയട്ടെ എന്ന് പറഞ്ഞ കരുണാകരനോട് ആ ഒരു ബോക്സിൽ നിന്നും ഒരു ഡ്രസ്സ് എടുത്ത് പാക്കിങ്ങിൽ ചെയ്തതും അതുപോലെ സ്റ്റിച്ചിങ്ങും എല്ലാം തന്നെ വൃത്തിയായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ കരുണാകരൻ അതെല്ലാം തന്നെ വൃത്തിക്ക് നോക്കുന്ന സമയത്ത് കരുണാകരൻ പറയണേ, ഒരു കുഴപ്പവുമില്ല, എല്ലാം പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞതോടുകൂടി കൈലാഷ് അരവിന്ദനോട് പറയണേ, ഇപ്പോൾ അരവിന്ദൻ്റെ ടെൻഷൻ മാറിയില്ലേ? അരവിന്ദന് സ്റ്റിച്ചിങ്ങും പാക്കിങ്ങിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഓർഡർ അതെല്ലാം തള്ളിപ്പോവുമോ എന്നുള്ള ആ ഒരു ചിന്തയായിരുന്നില്ലേ അരവിന്ദ് നിനക്ക്? അപ്പോൾ ആ ഒരു പ്രശ്നം തീർന്നില്ലേ എന്ന് ചോദിച്ചതോടുകൂടി അരവിന്ദന് ഉത്തരം മുട്ടിപ്പോവുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാം എത്രയും പെട്ടെന്ന് ഹാർബറിലേക്ക് അയച്ചോളൂ, ഞാൻ അതിനുള്ള പെർമിഷൻ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കൈലാഷ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും പറയുന്നത്. അതോടുകൂടി അരവിന്ദൻ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല എന്നുള്ള ആ ഒരു ദേഷ്യത്തിലാണ് കേട്ടോ, പ്രിയനെ ദേഷ്യത്തിൽ നോക്കിയിട്ടാണ് പോകുന്നത്. അങ്ങനെ പ്രിയനെ ഇനി അവിടെ ജോലിക്ക് വെക്കില്ല, പ്രിയനെയും പാർവതിയെയും എത്രയും പെട്ടെന്ന് ജോലിയിൽ നിന്നും പുറത്താക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിനാണ് പിന്നെ അരവിന്ദ് കളിക്കാൻ പോകുന്നത്. അങ്ങനെ അരവിന്ദും മുക്തയും കരുണാകരനും ഒക്കെ പോയി കഴിഞ്ഞ ശേഷം കൈലാഷ് പറയണേ, നിങ്ങളിന്ന് ഞായറാഴ്ചയായിട്ട് പോലും ഓവർ ടൈം ചെയ്തതിന് നിങ്ങൾക്ക് ഞാൻ ഇൻസെൻറ്റീവ് തരുന്നുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി എല്ലാ സ്റ്റാഫുകൾക്കും ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ. അങ്ങനെയാണ് കൈലാഷ് അത് പറഞ്ഞ ശേഷമാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ നന്ദനാണെങ്കിൽ ഒളിച്ചു നിൽക്കുന്ന നന്ദൻ, ഇതെല്ലാം ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടിയതുപോലെ നടന്നില്ലല്ലോ, എല്ലാം ചീറ്റിപ്പോയല്ലോ എന്നുള്ള ദേഷ്യത്തിൽ പകയോട് കൂടിയിട്ടാണ് എല്ലാ സ്റ്റാഫുകളെയും അവിടെ നിന്ന് മറഞ്ഞു നിന്ന് ഒളിഞ്ഞു നിന്ന് കണ്ടുകൊണ്ട് പോകുന്നത്. പിന്നീട് അരവിന്ദൻ ഏട്ടൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് അരവിന്ദനെ ഒരുപാട് അങ്ങ് വഴക്ക് പറയാൻ, പ്ലാൻ ചെയ്തതെല്ലാം ചീറ്റിപ്പോയി, എല്ലാം നിന്റെ അശ്രദ്ധ കൊണ്ടാണ് എന്ന് പറയുമ്പോൾ അരവിന്ദൻ പറയണേ, ഞാൻ കുറച്ച് ലാഘവത്തോട് കൂടി ഇട്ടു, അത് ശരി തന്നെയാണ്, കൈലാഷ് അവിടേക്ക് വരില്ല എന്നാണ് ഞാൻ കരുതിയത്, എല്ലാത്തിനും കാരണം ഞാൻ കൊണ്ടുവന്ന ഇവരാണ്, അവരവിടെ വെച്ച് കള്ളു കുടിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്തു, അതുകൊണ്ടാണ് ഇതെല്ലാം പ്ലാൻ ചീറ്റിപ്പോയത്, അതുകൊണ്ടാണ് അവർക്കെല്ലാവർക്കും സംശയം വന്നത്. എന്തായാലും പാർവതിയും പ്രിയനും ഇനി ആ കമ്പനിയിൽ ജോലി ചെയ്യില്ല, അവരുടെ പണി ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് തെറിപ്പിക്കും എന്നൊക്കെ അരവിന്ദൻ ഏട്ടനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നീ ഇതിനൊരു തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ തന്നെ കളത്തിലിറങ്ങുമെന്ന് അയാളും ഒന്ന് പറയട്ടോ. അപ്പോൾ ഇല്ല, ഇനി എനിക്കൊരു പിഴവ് സംഭവിക്കില്ല എന്നൊക്കെ അരവിന്ദൻ പറയണം.